നിലവിലെ കാലാവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിലെ കാര്യങ്ങളാണ് ഇന്ന് യോഗത്തിൽ ചർച്ചയായത്. രക്ഷാദൗത്യം തുടരുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. കൂടുതൽ ഉപകരണങ്ങൾ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുമെന്ന് പറയുന്നു. ആ ഉപകരണത്തെക്കുറിച്ച് കൂടി ഇന്നിപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. നദിയുടെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എന്നുള്ള മെഷീൻ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കും. അതാവുമ്പോൾ ഡൈവേഴ്സിന് സുരക്ഷ നൽകുന്നതാണ്. അത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ എവിടെയാണ് ലോറി എന്നത് കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. ശ്രീകാന്ത് യോഗ തീരുമാനങ്ങളുടെ വിവരങ്ങളുമായി. ശ്രീകാന്ത്, രക്ഷാദൗത്യം നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ തുടരാൻ കഴിയുമെന്നതിലെ ചർച്ച, അതിൽ പുതിയ മെഷീൻ ഡൈവേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ മെഷീൻ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമല്ലേ ഉണ്ടായിട്ടുള്ളത്? ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനുജ, ഈ രക്ഷാദൗത്യം തുടരാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും അതോടൊപ്പം MK രാഘവൻ MP, സച്ചിൻ ദേവ് MLA അടക്കം കേരളത്തിൽ നിന്നെത്തിയ ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഏകകണ്ഠമായ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ രക്ഷാദൗത്യം തുടരാൻ തന്നെയാണ്. ഒരു കാരണവശാലും ഈ രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കി. തുടർന്ന് സംസാരിച്ച കാർവാർ MLAയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും പറഞ്ഞ കാര്യം രക്ഷാദൗത്യം അവസാനിപ്പിക്കില്ല, അത് തുടരും എന്നുള്ളതാണ്. ഏറെ ആശ്വാസം നൽകുന്ന അർജുന്റെ കുടുംബത്തിന് അതോടൊപ്പം തന്നെ കേരളത്തിനൊന്നാകെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് അത് നൽകാൻ കഴിയുന്നത്. ഈ അർജുനെ കണ്ടെത്തുന്നതുവരെ, ലോറി കണ്ടെത്തുന്നതുവരെ പരമാവധി അവർക്ക് സാധ്യമാകുന്ന രീതിയിൽ ഈ രക്ഷാദൗത്യം അന്വേഷണം, പരിശോധന തുടരും. അതാണ് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ രക്ഷാദൗത്യം തുടരുന്നതിന് പുതിയ ചില രീതികൾ കൂടി അവലംബിക്കും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കാലാവസ്ഥ അനുകൂലമാകണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തുടർന്ന് കാർവാർ MLA ഈ വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം കൂടുതൽ ആഴത്തിൽ ഈ പരിശോധിക്കാൻ സാധിക്കുന്ന, അതായത് ഈ ലോഹ വസ്തുക്കൾ